ഇന്ന് നമ്മുടെ എൻട്രിയിൽ ചോരക്കളി നടക്കാൻ പോണ്. സോ ഇതിന്റെ കൂൾ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റംസീനോട് ചോദിച്ചു നോക്കാം. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ IMA ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇന്ന് ഇവിടെ നമ്മുടെ എൻട്രിയിൽ എംപ്ലോയീസ് ഒക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ആദ്യം ബ്ലഡ് എടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം രീഷ്മയാണ്. അപ്പൊ രീഷ്മേനോട് ചോദിച്ചു നോക്കാം. രീഷ്മ, പണ്ട് ബ്ലഡ് കൊടുത്തിട്ടുണ്ടോ? അത് ആദ്യമാണോ? എങ്ങനെയാണ്? എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലഡ് കൊടുക്കുന്നത്. പേടിയുണ്ടോ? ചെറിയ പേടിയുണ്ട്. ചെറിയതല്ല, അത്യാവശ്യം നല്ല പേടിയുണ്ട്. പിന്നെ 20 minutes വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ചെറിയ എന്താവുന്ന ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. Everyone knows it is Mahadhanam, divine act. It is a purification of your body. നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു പാർട്ടാണ് കൊടുക്കുന്നത്. ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ഇമ്മ്യൂണിറ്റി ആൻഡ് ബൂസ്റ്റ് യുവർ സെൽഫ് കോൺഫിഡൻസ്. ഇതിൽ 3 ക്രൈറ്റീരിയാസ് ഉള്ള മെയിൻ ആയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ആണ്. എനി ഹെൽത്തി പേഴ്സൺ ബിറ്റ്വീൻ 18 and 65 years can give the blood. Second criteria is weight. It should be 55 kg minimum ഉണ്ടായിരിക്കും. Third one is hemoglobin level. It should be 12.5 to 16.5 grams ഉണ്ടായിരിക്കും. അതാണ്. പിന്നെ you should have taken the breakfast. Then you should have slept well. These are the 5 criteria. And general ആയിട്ട് ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഭയം. എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് കൊടുക്കാൻ പലവരും മുന്നോട്ട് വരാൻ ഒരു ഫിയർ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫിയർ ഓഫ് നീഡിൽസ്, ക്രോണിക് ഇൽനെസ്, ബ്ലഡിൽ കൂടെ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നുള്ളൊരു ഫോൾസ് ബിലീഫ് ഉണ്ട്. ഇതിൽ കൂടെ ഒരിക്കലും ദിസ് എ ഷോർട്ട് പ്രൊസീജിയർ, വിത്തിൻ 10 to 15 minutes കഴിയും. ആദ്യമായിട്ടാണ് ഈ ബ്ലഡ് ഡൊണേഷൻ എൻട്രിയിൽ നടക്കുന്നത്. സോ എന്തുകൊണ്ട് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കാറ്റഗറി മാനേജറായ ജോസേറ്റിനോട് ചോദിച്ചു നോക്കാം. എൻട്രി ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ളത് മാത്രമല്ല, നമുക്കൊരു സാമൂഹ്യ സേവനം എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കുക, പിന്നെ ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമ്പോൾ ഒരാൾ അറ്റ് എ ടൈം ഒരു മിനിമം ഒരു 3 പേരെ എങ്കിലും സേവ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ ആകപ്പാടെ ഒരു 25% ബ്ലഡ് ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ബ്ലഡ് ബാങ്കുകളിൽ ആൾക്കാർ കൊടുക്കാനുള്ള ഒരു സന്നദ്ധ കുറവാണ്. അപ്പം ആ ഒരു മെസ്സേജ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പിന്റെ മെയിൻ ഉദ്ദേശം. നല്ല കൺസെപ്റ്റാണ്. ലൈക്ക് ദ കൺസെപ്റ്റ് ഇറ്റ് സെൽഫ് നല്ലൊരു അമേസിങ് ഐഡിയ ആണ്. നമ്മുടെ ടീമിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇത് ക്യാമ്പയിൻ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നല്ലൊരു തോട്ടാണ്. വളരെ നല്ല ഇനിഷ്യേറ്റീവാണ്. അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇത് എവിടെയെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തവരാണ് കൊടുക്കാതെ. ലാസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ സാധനം വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാതെ ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ളവരെ നമുക്കൊരു ബോധവൽക്കരണം ചെയ്യാൻ പറ്റും ഇത് കൊടുക്കാനായിട്ട്. ഒരു 6 മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. കാരണം ഉള്ളിലെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഉള്ളിലേക്ക് ഒരു ബ്ലഡ് ഡൊണേഷൻ്റെ ആവശ്യകതയും അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ അറിയിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇനിയും ഇങ്ങനത്തെ ഡൊണേറ്റീവ് കാര്യങ്ങൾ ഇനി നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. രീഷ്മ, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇത്രയും നാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് പേടി കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഇന്ന് മനസ്സിലായി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യമാണ് ബാക്കിയുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ആ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാവരും റെഗുലറായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ലതാണ്. നമുക്കിത് കൊടുക്കും തോറും നമുക്കത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതൊരു നല്ല കാര്യം കൂടിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് കൊടുത്തു പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ വിചാരിച്ച കുറേ സമയം എടുക്കുമെന്ന്, പക്ഷെ കിടന്ന് അപ്പൊ തന്നെ കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി പുതിയ ബ്ലഡ് വരും എന്ന് അവർ പറഞ്ഞത്. ഈ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റും അതേപോലെ ചെറിയ കാർഡും കിട്ടുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവം? ഈ ഡൊണേഷൻ കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേഷൻ ഡേറ്റ് ഓൾറെഡി ഇതിൽ തന്നിട്ടുണ്ട്. ഈ കാർഡായിട്ട് നിങ്ങൾ IMAയിലോട്ട് വന്നാൽ നിങ്ങൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കുവാണെങ്കിൽ ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് ഇതായിരിക്കും. പക്ഷെ അതിൻ്റെ പ്രോസസ്സിങ് ചാർജസ് ഉണ്ടാവും കുറച്ച്. ബാക്കി ബ്ലഡ് ഇപ്പോൾ ഇറ്റ് ഈസ് അവൈലബിൾ. അവിടെ നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ഈസ് അവൈലബിൾ ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. അപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് കിട്ടുന്നതായിരിക്കും ആരായാലും. അപ്പോൾ ജൂൺ 14 നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ എൻട്രിയിലെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് നമ്മളെല്ലാവരും കൂടി ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ അതിന് കോർഡിനേറ്റ് ചെയ്ത IMAക്ക് ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻട്രിയിലെ HR ഡിപ്പാർട്ട്മെന്റും അതുപോലെ ബാക്കി ഇവിടെയുള്ള എല്ലാ എംപ്ലോയീസും ബ്ലഡ് തന്നവർക്കും തരാത്തവർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും.